എനിക്ക് പറയാനുള്ളത് ഈ റോഡ് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കുക. ഈ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടി വനത്തിനകത്ത് കൂടെ കരടി വരുന്നിടത്തും പുലി വരുന്നിടത്തൂടെ വനത്തിനകത്ത് കൂടെയൊക്കെ കറങ്ങി അടിച്ചാണ് ഈ മെയിൻ റോഡിലോട്ടും ചാടുന്നത്. ഇത് ആരും ഇത് പറയുന്നത്. പിന്നെ രാഷ്ട്രീയം ഈ പാർട്ടി എന്ന് പറയുന്നത് ഒറ്റ പാർട്ടിക്കാരനും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-ക്കാരനും ഒന്നും ഇതിന് ഒരു റിസ്ക് എടുത്തൊരു കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല. എല്ലാവരും വോട്ടിന് വേണ്ടി ഓരോ വീടും കയറി ഇറങ്ങി പാവങ്ങൾ വോട്ട് വാങ്ങിച്ച് രംഗത്തിറങ്ങി വണ്ടിയിൽ ഇതിലെ തെക്കുവടക്ക് ഇപ്പോൾ MLA MP മറ്റുള്ള എല്ലാവരും കിടന്ന് വിലസുന്നുണ്ട്. ഇവർ അമ്മരെല്ലാം കണ്ടേച്ച് പോയാൽ റോഡ് കണ്ടേച്ച് പോയാൽ കഴിഞ്ഞ ഇടയ്ക്കുമ്പോൾ എല്ലാവരും വോട്ടിന് വേണ്ടി എല്ലാവരും വന്ന് കണ്ടേച്ച് പോയതാണ്. ഒറ്റ ഓടത്തിന് ഇതിലൂടെ വന്ന് ഇനി വോട്ടെന്നും പറഞ്ഞ് ഇനി വോട്ടിൻ്റെ കഴിഞ്ഞു ഇനി അടുത്ത എടുത്ത് വരും വോട്ടെന്നും പറഞ്ഞ് ഒരൊറ്റ ഓടത്തിന് ഇതിലൂടെ പിന്നെ ഒരു ഇതിന് അഭിപ്രായം പറയാനോ ഇതിന് മുമ്പിൽ എടുത്ത് കാടി ഒരു വിഷയത്തിൽ കൊണ്ടുപോയി ഇത് പ്രശ്നം പരിഹരിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. എല്ലാവരും വീടും കയറി ഇറങ്ങി വോട്ട് ആ ഒരു രീതിയിലേക്ക് ഇവിടെ മാറിയിരിക്കും. ജനങ്ങളെ കളിപ്പിക്കും. ഒന്നാമത് ഈ മലയോര പ്രദേശമാണ്. ഇവിടെ പുലിയും പിന്നെ മറ്റുള്ള ജാതികളെല്ലാം ഇറങ്ങി വരുന്ന റോഡ് പോയത് പിന്നെ പാറമട ക്രഷർ ഇതെല്ലാം ഇതിലെ നൂറുകണക്കിന് വണ്ടി ഇതിലെ ഓടിക്കൊണ്ടിരിക്കുന്നത് ടിപ്പർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം രാഷ്ട്രീയക്കാരന്മാർ ഇതെല്ലാം കാച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. അന്നേരം അവിടെ 2 വീലർ എത്ര പറഞ്ഞു വീണ് ഓരോരുത്തരുടെ തലം കാലും കൈയും ഓടിക്കുന്നറിയോ. ഇതൊക്കെ ഇത് ജനങ്ങൾ മാത്രം ഇവിടെ കുറേ ജനങ്ങൾ മാത്രം ഇതിന് മുൻകൈ എടുത്ത് കുറച്ച് ഇങ്ങനെ ഇറങ്ങി പ്രതികരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ ഈ പറഞ്ഞ പോലെ എല്ലാം കള്ളന്മാരാണ്. ഒരൊറ്റ ഒരുത്തൻ രംഗത്തിറങ്ങി ഇതിനൊരു വേണ്ടി വേണമെന്ന് പോലെ ചെയ്യുന്നില്ല. വീടിന് ഉള്ളിലുള്ള റോഡ് സൈഡിലുള്ള വീട്ടിലങ്ങ് ഇരിക്കാൻ പറ്റില്ല. ഒന്നിന് ഓടി വെള്ളം അടിച്ചൊന്ന് പൊടിയൊന്നും നടക്കാനോ എന്തെങ്കിലും ഒരു തയ്യാറാകാനെ കൊണ്ടോ ഈ കോൺടാക്ട് എടുത്തവനെ കാണാനേ ഇല്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകാൻ ഞങ്ങൾ നിരന്തരം കഴിഞ്ഞ ദിവസം ഇവിടെ കമ്മിറ്റി കൂടുകയും പ്രശ്നം സംസാരിക്കുകയെല്ലാം ചെയ്താൽ ഏടിയുടെ നേതാക്കന്മാരുടെ വന്ന് അതിനെക്കുറിച്ച് പിന്നീട് അനക്കമില്ല ആവിയില്ല ഒന്നുമില്ല. ആശുപത്രികൾ വരുമ്പോൾ വണ്ടിക്കാരെ വണ്ടി വിളിച്ചാൽ കൊണ്ട് വണ്ടി കയറി വരത്തില്ല. പിന്നെ എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോയി ഇവിടുന്ന് അങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുക. ഒരു വല്ലാത്ത രീതി. ഇലക്ഷന് എല്ലാവരും നേതാക്കന്മാരും മുക്കിന് കവലിക്ക് ഓട്ടെ മറ്റേ മറന്നും പറഞ്ഞ് വോട്ടിന് വന്നു. ഇത് കണ്ടേച്ച് പോയാൽ ഇമാരെല്ലാം കണ്ടേച്ച് പോയത് ഒരൊറ്റ വേണ്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് എൻ്റെ വീടാണ്. ഈ വീട്ടിൽ ഒരു ചാലം ഇങ്ങനെ രാവിലെ കഴിഞ്ഞ ഒരു 8 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കാനേ ഒക്കത്തില്ല. ഈ വണ്ടികൾ പോകുമ്പോൾ ഈ പാറപ്പൊടി എല്ലാം കൂടെ പെരക്കകത്തോട്ട് കയറി. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ 4 പേരുണ്ട്. അവർക്കും വളരെ ബുദ്ധിമുട്ടായി ശ്വാസം മുട്ടല. കൂടുതൽ ആൾക്കാർക്കും മൂത്ത മോക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര തുമ്മല. അത് ഈ പൊടി അടിച്ച് കയറുന്നുണ്ടോ. അത് നേരെ ഇത് പണിയുന്നതിന് മുമ്പ് കുഴപ്പമില്ലായിരുന്നു. ഈ റോഡ് മെറ്റിൽ ചെയ്ത് കഴിഞ്ഞ പിന്നാണ് ആ ഒരു ഇതിപ്പോൾ മെറ്റിലിട്ടിട്ട് മാസങ്ങളായി. പിന്നെ ഈ 31-ാം തീയതി പണി തീർക്കാൻ വേണ്ടി തുടങ്ങിയവർ ആദ്യം ഇത് കടന്ന സ്ഥിതിക്കായിരുന്നെങ്കിൽ എങ്ങനെയും ഒക്കെ പോകാമായിരുന്നു. നടന്നൊക്കെ ഈ പിന്നെ 2 വീലർകാർക്ക് ഒരു പാടുമില്ലായിരുന്നു. ഇപ്പം ഈ സ്ത്രീകളൊക്കെ സ്കൂട്ടറിൽ വരുമ്പോൾ അവർ ഈ മെറ്റിൽ ഇളകി കിടന്ന് മറിഞ്ഞങ്ങ് വീഴും. ഞങ്ങൾ പോയി പൊക്കി എടുത്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും എപ്പോഴും യാത്ര ചെയ്യാനേ പാടില്ല, ഒക്കത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. ഈ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അങ്ങ് തുമ്മല് മരുന്ന് കുപ്പിയാണ് കാണിക്കുക ഞങ്ങൾ. അതുപോലെ അങ്ങ് രോഗമാണ് ഇപ്പം കൂടുതൽ. അത് ഈ അലർജി കൊണ്ടാണ് ഈ പൊടിയുടെ. അവർക്ക് ഈ ആൾക്കാരുടെ ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ആതിരങ്ക ജംഗ്ഷൻ ഇവിടെ ഒരാൾ 2 പേരെ വെച്ച് പോകാനൊക്കത്തില്ല. പിന്നെ കറങ്ങി 3 കിലോമീറ്റർ കൂടുതൽ കറങ്ങി വേണം ആതിരങ്ക ജംഗ്ഷൻ ചെല്ലാൻ. ഈ റോഡ് മാസങ്ങളായിട്ട് ഇങ്ങനെ യാത്രാ യോഗ്യതയില്ലാതെ കിടക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഈ ടാറുമില്ല, ഒരു പരിപാടി നടത്താതെ ഇവിടെ നടക്കുന്നത്. ഈ കരാറുകാരനെ നമ്മൾ വിളിച്ച് മടുത്തു. ഇതുപോലെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്ന ഒരു കരാറുകാരനെ നമ്മൾ ജീവിതത്തിനകത്ത് കണ്ടിട്ടില്ല. ഇനി ഇതിന് ശക്തമായൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടി PMGയുടെ ഓഫീസിലും കളക്ടറേറ്റിൽ പരാതി കൊടുക്കുകയും അല്ലെ ഈ കരാറുകാരൻ്റെ വീട്ടിൽ പോയി കുത്തിയിരിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇനി ആസൂത്രണം ചെയ്യുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഡെയിലി ഇവിടെ ആക്സിഡൻറ്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മടുത്തു ജനങ്ങൾ. എന്നും കരാറുകാരനെ വിളിക്കുമ്പോൾ ടാറ് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്ലൈ തരുന്നത്. ഇതിലെങ്ങനെ ഈ 2 വീലർ എങ്ങനെ ഇതിനകത്തൂടെ പോകും? നമുക്ക് കാണുമ്പോഴേ അറിയാവില്ല റോഡിൻ്റെ ശോചനീയാവസ്ഥ. അപ്പം ഇതിനകത്ത് ഒരു ശക്തമായ നടപടി തന്നെ സ്വീകരിക്കാനാണ് ഞങ്ങൾ മടുത്തിട്ടാണ്. ഇത്രയും നാളും ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു പ്രതികരണവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ മടുത്തിട്ടാണ് ഇനി അടുത്ത നടപടിയിലേക്ക് പോകുന്നത്. പൊടി ശല്യം, ആസ്മ അലർജി ഉള്ളവർക്ക്, ആസ്മക്കാർക്ക്, ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉള്ളവരെല്ലാം ഈ റോഡ് സൈഡിൽ താമസിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം വളരെയേറെ ബുദ്ധിമുട്ടാണ്. കരാറുകാരൻ പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ വിളിച്ചപ്പം പുള്ളി പറഞ്ഞത് റബ്ബറൈസ്ഡ് ആക്കുക റോഡ്, അതിന് വേണ്ടുന്ന ടാറ് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എനിക്കിപ്പം വിശ്വാസമല്ല ഇതൊന്നും പറയുന്നത്. ഇതിനകത്തൊരു എനിക്ക് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ മാസങ്ങളായി ഇങ്ങനെ കിടന്നിട്ട് ഈ നാട്ടുകാരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പരിധിയില്ലയോ. പിന്നെ ഇപ്പോഴൊരു 2 മാസം കൊണ്ട് വന്ന് ഞങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഇവിടെ ഈ റോഡിന് മയറ്റിലും കൊണ്ടിട്ട് പൊടിയും കൊണ്ടിട്ട് വെള്ളം അടിച്ച് പോയതിന് ശേഷം യാതൊരു ചലനവും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയട്ടെന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ഇതുവരെ അനക്കമൊന്നുമില്ല. വണ്ടി പിന്നെ
പണിക്ക് കൊണ്ടുപോകാണെന്ന് പറഞ്ഞ് വണ്ടി കൊണ്ടുപോയി. ഒരുപാട് അപകടങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ പരിസ്ഥിതി ഇപ്പം സംസാരിക്കാൻ പോലും വയ്യാത്ത പരിസ്ഥിതി മലിനീകരണമെന്ന് പറഞ്ഞാൽ പാറമടയുടെ ഇഴി താമസിക്കുന്നതിന് തുല്യമാണ് 5 മുക്കിനൊന്നും ഇവിടെ സ്റ്റോർ വടി വരെ ഉള്ളതായ റോഡിന്റെ സ്ഥിതി. പൊടി തന്നെ. അപ്പൊ ഇത് തന്നെ രോഗങ്ങൾ തന്നെ ആൾക്കാർക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയില്ല. എല്ലാവർക്കും അലർജി ഉള്ളവരെല്ലാമാണ്. അപ്പൊ 3-4 ദിവസം കൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു വീടുണ്ട്, അവിടോട്ട് പോകുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പം അങ്ങേയറ്റം പനിയും ശ്വാസമുട്ടലുമായിട്ട് തന്നെ ഞാൻ നിൽക്കുകയാണ്. ഇപ്പം ഞാൻ കോൺട്രാക്ടറെ വിളിച്ചു, നിരന്തരം വിളിക്കുന്നുണ്ടെങ്കിൽ ഇന്ന ദിവസം ചെയ്യാം, ടാറ് വരാത്ത താമസമാണെന്ന് പറഞ്ഞ് അവർ മറുപടി പറയുക. ഇപ്പം ഇവിടെ വന്ന് നിന്നുകൊണ്ട് തന്നെ വിളിച്ചോണ്ടേ പറഞ്ഞ് ശനിയാഴ്ച കൂട്ടി എഞ്ചിനീയറെ കണ്ടു. അപ്പം അതിൻ്റെ പേപ്പർ മാറ്റി കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് ശനിയാഴ്ച ടാറ് കിട്ടിയാലേ തിങ്കളാഴ്ച ചെയ്യാം. അതുകൊണ്ടല്ല അങ്ങോട്ട് നോക്കിയാൽ അറിയാം പൊടി പറക്കുന്നത്. റോഡ് പാനെ കൊണ്ട് ടയറൊക്കെ പോക്കുവരവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്കും ബുദ്ധിമുട്ട്, നമുക്കും പോകാൻ ബുദ്ധിമുട്ട്. അത്യാവശ്യമൊക്കെ പോവാണെങ്കിൽ ഭയങ്കര പാടാ. ഒട്ടം വിളിച്ചാലും പോകാൻ നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എങ്ങനെ പോകും? ടയർ പോക്കാം, നമുക്ക് വണ്ടിക്ക് നല്ല ഇതാവും. ഇപ്പൊ മാസങ്ങളായിട്ട് ഇത് തന്നെ അവസ്ഥ. അവര് ഇടയ്ക്ക് വരും, എന്തെങ്കിലും ഒന്ന് കാണിച്ചു വെച്ചിട്ട് നാട്ടുകാരെ പറ്റിച്ചിട്ട് പോകും കാണിക്കാൻ വേണ്ടി. അല്ലാതെ ഒരു ചെയ്യാനൊന്നും അല്ല പരിപാടിയല്ല. ഈ റോഡ് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ചെറിയ റോഡിൽ നമ്മൾ പോകുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ബൈക്കിൻ്റെ തന്നെ 2 ടയർ ഇപ്പം മാറി, ടയർ മുട്ടയായി 2 ടയറിന് ഇപ്പം മാറി. സ്ഥിരം നമ്മൾ ഈ റൂട്ട് നമ്മൾ ഡെയിലി പോകുന്നത് നമുക്കറിയാം, ബുദ്ധിമുട്ട് നമുക്ക് സ്ഥിരം അറിയാം. 5-6 മണി ഈ റോഡ് ഇങ്ങനെ തന്നെ നടക്കും. ഇടയ്ക്ക് റോഡ് കുഴപ്പമില്ലായിരുന്നു. ആ റോഡ് ഇടയ്ക്ക് വരുന്ന ഇളക്കിയിട്ട് വീണ്ടും മിറ്റിട്ട് ഉറപ്പിച്ചിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ വീണ്ടും വിളിച്ചാൽ അവർ വരുന്നില്ല, ഉറപ്പിക്കാനൊന്നും അവർ വരുന്നില്ല. നിരന്തര അപകടങ്ങളല്ലേ? സ്ഥിര അപകടം. നിരന്തരമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി ആദ്യമൊക്കെ ഫോൺ എടുക്കുമായിരുന്നു, ഇപ്പം പുള്ളി ഫോൺ എടുക്കുന്നില്ല. 6 മാസത്തേക്കുള്ള റോഡ് ഇപ്പോൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയത്. വീട്ടിലെൻ്റെ കുഞ്ഞുള്ളതാ, സ്കൂൾ ബസ് 10ഓളം സ്കൂൾ ബസ് ഈ റോഡിൽ കൂടെ പോകുന്നത്. അന്നേരം എല്ലാം ഈ പുള്ളിയെ വിളിച്ച് നമ്മൾ പറയുന്നേ ഒന്നീ വെള്ളം ഒഴിക്കണം. വെള്ളം എന്ന് പറയുന്ന സംഭവം ഈ റോഡ് പണിഞ്ഞ് ഇന്ന് വരെ പുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടുകാർ ചേർന്ന് ഒരു പിക്കപ്പിന് ചേർന്ന് വെള്ളം ഒഴിച്ചു ഒരു ദിവസം, അല്ലാതെ ഈ പുള്ളി വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. പൊടി കാരണം ഇരിക്കാൻ പോയി. ആസ്മ രോഗികളും അതുപോലെ ഹാർട്ടിന് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ നാട്ടിൽ. അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായത്. ഭയങ്കര പൊടി വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ രാവിലെ തൊട്ട് പാറപ്പൊടി അടിച്ച് കയറി കഴിഞ്ഞാൽ വൈകിട്ട് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടൊക്കെ നോക്കുമ്പോഴത്തേന് ഈ ക്രഷറിൽ പോയി നമ്മൾ നോക്കുമല്ലോ, അതേലെ അവസ്ഥയാണ്. ചെടികളെ മൊത്തം ഈ വെള്ളപ്പൊടി പറ്റിയിരിക്കും, അതേലെ അവസ്ഥയുടെ. ഇതാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ശ്വാസം മുട്ടലും കാര്യങ്ങളുമാണ്. അതുപോലെ മെറ്റിലിട്ടേക്കുന്നുണ്ട് ടയറുകളൊക്കെ. ഞാനൊരു ട്രാവലർ വണ്ടിയുണ്ട്, എൻ്റെ 2 ടയർ ഈ മെറ്റിൽ കയറി പൊട്ടിപ്പോയി. ഇതിപ്പോൾ അത് വാങ്ങിച്ച് ഞാൻ പുതിയ ടയർ വാങ്ങിച്ചു. എനിക്ക് എത്ര രൂപ നഷ്ടമാണെന്ന് അറിയുന്നതാണ്. ഈ പുള്ളി അന്നേരം എല്ലാം നമ്മൾ കോൺടാക്ട് ചെയ്യുക. പുള്ളി ഇത് കൊണ്ടിട്ട് ഉറപ്പിച്ചെന്ന് വെച്ചാൽ ഒരു റോളറാണ്, അതിൻ്റെ ഇരട്ടി 10 ഉള്ള ഈ ടോർസ് ലോറികൾ ഇതിലേ പോകുന്നത്. അതൊന്ന് ഇവിടെ വന്ന് തിരിയുമ്പോഴത്തേന് മെറ്റിൽ അത്ര ഇളകി സൈഡിലോട്ടങ്ങ് പോവുക. പുള്ളി കൊണ്ടുവന്നിട്ട് ഉറപ്പിച്ചതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു റോളർ കൊണ്ടിട്ടാണ് ഇത് ഉറപ്പിക്കുന്നത്. പരാതി പറഞ്ഞു അടുത്തു, ഇനിയും പറയാൻ ആരോടും ഇല്ല. മെമ്പർമാരോടും MLA MP എല്ലാവരോടും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. സ്കൂട്ടറിന്റെ പുറകിൽ നിന്ന സമയത്ത് റോഡ് മോശമായതുകൊണ്ട് വീണ് കൈയൊടിഞ്ഞ് സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നു. ഈ റോഡിലെ ഈ പൊടി നിമിത്തം ഞങ്ങൾ റോഡ് സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ സിറ്റൗട്ടിലെല്ലാം ചാരം കിടക്കുന്ന പോലെ ദിവസവും ചാരം തൂത്തുവാരി കളയുന്നത് പൊടി. പിന്നെ എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ അസുഖം നേരത്തെ ഉണ്ടായിരുന്നു. ഇതായപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോൾ ഒരാഴ്ച ഞാൻ ആശുപത്രി കിടന്നിട്ട് വന്നതാണ്. എനിക്ക് ശ്വാസം മുട്ടലും അസുഖങ്ങളും ഈ പൊടി നിമിത്തം ഇവിടോട്ടൊന്ന് ഇറങ്ങാനോ എങ്ങോട്ടും പോകാനും വയ്യാതെ ആശുപത്രി പോകാനും ഒക്കത്തില്ല. ഒരു വണ്ടി വിളിച്ചാൽ വണ്ടി വരാനൊക്കത്തില്ല, എളുപ്പം പോകാനൊക്കത്തില്ല. വയ്യാത്ത ഒരാളിന് എളുപ്പം ഒരു ആശുപത്രി പോകണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വരത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇവിടെ. ഭയങ്കര പൊടി അങ്ങോട്ടങ്ങ് അടിച്ചു കയറുമല്ലോ, ജനലും എല്ലാം അങ്ങ് പൊടിയാണ്. അപ്പോഴത്തെ ഞാനങ്ങ് അപ്പുറത്തങ്ങ് പോകും. എനിക്ക് അങ്ങനെ വളരെ വിഷമസ്ഥിതിയായി ഇവിടെ.